ഇന്ന് നമുക്ക് കുറച്ച് കക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കക്ക വെച്ചൊരു തോരൻ വെച്ചാലോ? അതിന് വേണ്ടി ആദ്യം തന്നെ കക്ക നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് ഈ കക്ക നന്നായിട്ട് വേവിച്ചെടുക്കണമെന്ന്. വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളമൊന്നും ഒഴിക്കേണ്ട, കക്കയിലെ വെള്ളം തന്നെ മതിയാവും. ഇനി നമുക്ക് തോരൻ വെക്കാം. അതിനു വേണ്ടി ആദ്യം തന്നെ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ടു. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞു വച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് നന്നായിട്ട് മൂത്തെടുക്കുക. തേങ്ങാക്കൊത്തൊന്നും ബ്രൗണായി വരുന്ന സമയത്ത് നമുക്ക് സവാള, ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കക്കയും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കുറച്ച് വെള്ളമോടൊഴിച്ച് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കണം. ഈ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, 2-3 കഷ്ണം വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ആ അരപ്പ് ഈ കക്കയിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അരപ്പിൻ്റെ പച്ച മണം ഒന്ന് മാറുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തു നന്നായിട്ട് ഇളക്കിയിട്ട് പേരിന് മാത്രം കുറച്ച് മസാല ഞാൻ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി തീ ഓഫ് ചെയ്യണം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ കക്ക തോരൻ ഇവിടെ റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ.